നമ്മുടെ ആരിഫ് ബഡായി വീരന്റെ ഏറ്റവും വലിയ ഒരു ബഡായി കൂടി പുറത്തിറങ്ങിയിരിക്കുകയാണ്. സ്വാഭാവികം, സത്യം പറഞ്ഞാലല്ലേ അത്ഭുതപ്പെടാനുള്ളൂ. കേട്ടു നോക്കൂ. ഉടായ്പ കൈവെക്ക്. അതായത് നിങ്ങൾ ഇന്ന് മഗ്‌രിബ് നിസ്കരിച്ചപ്പോൾ ഓതിയത് എന്താണ്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആരാണത്? വഴിപഴച്ചവരും ദുർമാർഗികളും. ആരാണത്? ക്രിസ്ത്യാനികളും ജൂതന്മാരും. അപ്പൊ ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ അവരെ വഴിപഴച്ചവരെന്ന് വിളിക്കുന്ന വർഗീയത. ആർപികെ, മുസ്ലിമീങ്ങൾ, ഇസ്ലാം മത വിശ്വാസികൾ നിസ്കാരത്തിൽ മാത്രമല്ലാന്നേ, അവർ ഏത് കാര്യങ്ങൾ തുടങ്ങുമ്പോഴും സൂറത്തുൽ ഫാത്തിഹ എന്ന പ്രാർത്ഥനയുടെ അധ്യായം ഓതിയിട്ടാണ് അവർ തുടങ്ങുന്നത്. ഈ സൂറത്തുൽ ഫാത്തിഹയുടെ 6-ാമത്തെ സൂക്തവും 7-ാമത്തെ സൂക്തവും ഇയാള് പറഞ്ഞിട്ട് മനഃപൂർവ്വം വർഗീയവാദം അതിൽ കുത്തിക്കയറ്റുകയാണ്. അതാണ് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടത്. ഇനി ഞാൻ വിശദീകരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇയാളെ ബഡായിയുടെ ആഴം മനസ്സിലാകും. 6-ാമത്തെ സൂക്തം സൂറത്തുൽ ഫാത്തിഹ എന്താ പറയുന്നത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. പടച്ചോനെ, ഇഹ്ദിന അർപ്പിക്കേ കേട്ടോ, ഞങ്ങളെ നീ ചേർക്കണമേ, അടിയുറപ്പിച്ച് നിർത്തേണമേ പടച്ചോനെ. അസ്സിറാത്തൽ മുസ്തഖീമ, ചൊവ്വായ വഴിയിൽ. ഏതാണ് ചൊവ്വായ വഴി? 7-ാമത്തെ സൂക്തത്തിൽ വിശദീകരിക്കുന്നു. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, പടച്ചവനെ നീ ഈമാൻ കൊണ്ടും ഇസ്ലാം കൊണ്ടും അനുഗ്രഹം ചെയ്തവരുടെ വഴിയാണ്. എന്നിട്ട് 7-ാമത്തെ സൂക്തത്തിന്റെ ബാക്കി ഭാഗം പറയുന്നു, ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നീ കോപിച്ചവരുടെ വഴിയല്ല, വലദ്ദാലിൻ, പിഴച്ചവരുടെ വഴിയും അല്ല. ഈ ഭാഗത്താണ് ഇയാൾ വർഗീയവാദം കുത്തിക്കയറ്റുന്നത്. ആർപ്പിക്കെ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം, ദൈവകോപം തട്ടിയവരുടെ വഴിയിലല്ല, വലദ്ദാലിൻ, പിഴച്ചവരുടെ വഴിയിലും അല്ല. ആരാണിവര്? ആർപിക്ക് പറഞ്ഞത് ജൂത നസ്രാണികളാണ്. അവർ മാത്രമല്ല ആർപിക്കെ, ഇസ്ലാം മത വിശ്വാസികൾ അല്ലാത്തവരൊക്കെയും മുസ്ലിമീങ്ങളെ വിശ്വാസപ്രകാരം ദൈവകോപം തട്ടിയവരാണ്. അവർ റോങ് സൈഡിൽ സഞ്ചരിക്കുന്നവരാണ്. ഇത് ഇസ്ലാമിന്റെ പ്രത്യേകത മാത്രമല്ലല്ലോ, ഇത് ഹൈന്ദവ വിശ്വാസത്തിലില്ലേ, ക്രിസ്തീയ വിശ്വാസത്തിലില്ലേ? അവരുടെ ദൈവങ്ങളുടെയും അവരുടെ ആശയങ്ങളുടെയും വിശ്വാസം വെച്ചു പുലർത്താത്ത എല്ലാവരും റോങ് സൈഡിലാണ് എന്ന് അവർക്ക് വിശ്വാസമല്ലേ? ഈ വിശ്വാസം തന്നെയാണ് ഖുർആനിൽ ഇസ്ലാം മത വിശ്വാസവുമായിട്ട് പറഞ്ഞത്. ഓരോ മതക്കാർക്കും അവരുടെ വിശ്വാസമാണ് സ്ട്രൈറ്റ്, അല്ലാത്തത് റോങ് ആണ്. പിന്നെന്താ മുസ്ലിമീങ്ങളുടെ വിഷയം മാത്രം പറയുമ്പോൾ നിനക്കൊരു വർഗീയവാദം? ഞാൻ ചോദിക്കട്ടെ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, ഇതിലെവിടെ വർഗീയവാദം? ഏത് വാക്കിന്റെ അർത്ഥാണ്? ആരിഫെ പറ, ആർപിക്കെ പറ. വർഗീയവാദം എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാം മത വിശ്വാസം, ഒരാളുടെ വിശ്വാസം മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കുമ്പോഴാണ്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആ ആയത്തിൽ എവിടെയാണ്? ആ സുക്തത്തിൽ എവിടെയാണോ അടിച്ചേൽപ്പിക്കല്? പച്ച നുണയെന്ന് പറയാം. അതിലെവിടെയാ അടിച്ചേൽപ്പിക്കല്? വർഗീയവാദം അത് നിന്റെ വകയിൽ നീ കടത്തിക്കൂട്ടിയതാണ്. ഓക്കെ.